പിടിച്ച് ചത്താന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് വലിയ മീൻ കൊടുക്കുമ്പോൾ അതിൽ വരുന്ന അത്രന്നൊക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ വളർത്തുമീനെ തീറ്റാണ് നമ്മൾ തോട്ടുമീനെ കൊടുക്കാൻ പോകണം. നമുക്ക് എന്താ നമുക്ക് എന്തായാലും അങ്ങോട്ട് നമുക്ക് മീൻ കൊടുക്കാം. എന്റെ കുളം ഇതാ ആണ്. ഇതിനകത്തൊരു നേർക്കൊലൊക്കെ കിടപ്പുണ്ട്. നമ്മൾ അടിച്ച് ഒന്ന് കളഞ്ഞൊക്കെ ചെയ്ത് നമുക്ക് എന്താ ഇപ്പൊ തറക്കാം. ഭയങ്കര വേലാണ്. നമുക്കെന്താ ഞാൻ എന്തായാലും അതിനകത്ത് പോയി ഇരിക്കുക. നമുക്കെന്തായാലും ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് എൻ്റെ കുളം ഇതാ ആണ്. നമുക്ക് എന്തായാലും കുളത്തിൽ തുറന്നിട്ട് നമുക്ക് ഇതാ നമുക്ക് ഇന്നത്തെ തുണിക്കലത്തിൽ ചത്തതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ മീനൊക്കെ ഇന്നാലപ്പടി ചത്തിപ്പം എന്താ ചെയ്യാന്ന് സത്യം ഞങ്ങൾക്ക് ഇപ്പം നീക്ക ഒന്ന് ചൂണ്ടിട്ട് പിടിച്ചോണ്ട് അയ്യപ്പൻ്റെ അടിച്ച് വെള്ളം ചത്ത് അവിടെ കുറുവ ചത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടി ചത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള മീനൊക്കെ ജീവനോടെ കിടപ്പുണ്ട്. ബാക്കിയുള്ള മീനൊക്കെ അതിനകത്ത് ജീവനോടെ കിടപ്പും. നമുക്ക് എന്തായാലും മീൻ തീറ്റ് കൊടുക്കാൻ നമുക്ക് എന്തായാലും അതിന് മുമ്പേ ഈ മീനൊക്കെ ഒന്ന് എടുത്ത് കളയാതെ അല്ലെങ്കിൽ ഇതൊക്കെ ഇതായിക്കളയും. ഇതുപോലത്തുള്ള മീനെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ കുളത്തിൽ എന്തായാലും വറുത്ത് നിന്നേക്കുക. അല്ലെങ്കിൽ ഇതിനെ നല്ല ചത്തോ അടിച്ച് ഞാൻ ഇപ്പം ഇട്ടോണ്ടാണെങ്കിൽ ചത്തോ ഇത് നമുക്ക് എന്തായാലും ഇതിനെ എടുത്താൽ കളഞ്ഞേക്കാം. അപ്പുറത്തൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിലാണ് നമ്മൾ എടുത്ത് കളയാൻ പോകുന്നത്. ഇന്നലെ പിടിച്ച് കൂറി ഞാൻ പിടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കുത്തിയായിരുന്നു. അങ്ങനെ മുള്ളൊക്കെ ഇവിടെ കൊണ്ടുപോറിഞ്ഞ് പിന്നെ നമുക്ക് എന്താ ജീവനുള്ള കൂരി പിടിക്കുമ്പോൾ സൂക്ഷിക്കാനും മുള്ളു വേണ്ട. നമ്മുടെ കൈ തിരിച്ചായിട്ട് മുറി നല്ല വേനൊക്കെ അടിക്ക് നമുക്ക് എന്താ കൂരി എടുക്കാം. എൻ്റെ കണ്ണ് വയ്ക്കാൻ കൊണ്ടാണ് ചത്തു പോയത്. എൻ്റെ കണ്ണ് വയ്ക്കാനാണ് ചത്തു പോയത്. അതുകൊണ്ട് ജീവിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ കൂരി എടുക്കാൻ കളഞ്ഞൊക്കെ അണിനേരെ നമ്മളിതിനെ വറുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബദ്ധം പറ്റിപ്പോയത്. നമുക്ക് എന്തായാലും വരുന്ന സ്ഥലത്തേക്ക് വന്ന് പിന്നെ നമുക്ക് എന്തായാലും ബാക്കിയുള്ള മീനെല്ലാം എടുക്കാം. ബാക്കിയുള്ള മീനെന്തായാലും മുള്ളുമില്ല. അതിനൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. എരുക്കപ്പുറമാണ്. എരുക്കപ്പുറം ചത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് എന്തായാലും എടുത്ത് എല്ലാത്തിനും എടുത്താൽ കളയാം. ആളുടെ പൊങ്ങായിട്ട് നമുക്ക് എന്തായാലും തീറ്റ് കൊടുത്തിട്ട് നമുക്ക് എടുത്ത് കളയാം. ഇത്രയാണ് നമ്മൾ എണ്ണ ഇട്ട് ഓടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ച് എടുത്തേക്കാം. ഇത്ര ഇടാം. ഇത് കുറേ മീൻ കിടപ്പുണ്ടായിരുന്നു. വെള്ളത്തിന് തീറ്റിട്ട് ചെയ്തു. ഇന്നത്തെ കുറേ മീൻ കിടപ്പുണ്ടായിരുന്നല്ല. തീറ്റിട്ട ചത്തു. അതുകൊണ്ട് നമുക്ക് ഇത് കൂടുതലായപ്പോൾ നമുക്ക് എന്താ കുറച്ചെടുത്തിട്ടിട്ട് നമുക്ക് ഇത്ര എണ്ണം ഇടാം. അതിനകത്തിനാണ് നമുക്ക് എന്തായാലും ഇത്രയും തീറ്റിട്ട് കൊടുക്കുന്നില്ല. എല്ലാവരുടെ സൈഡ് വലിയ മീനാണ് കിടക്കും. അതിൻ്റെ ഇല എടുത്ത് മാറ്റിയാൽ നമുക്കിനെ കാണാൻ പറ്റും. പക്ഷേ ഇലയെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഇലയെടുത്ത് താന്നു നമുക്ക് എന്തായാലും ഇലയെടുത്ത് മാറ്റാൻ പിന്നെ പൊങ്ങി വന്നോളൂ. നമുക്ക് നല്ല ഇലയെടുത്ത് ഒതുക്കെ മാറ്റി വെച്ചാൽ താന്നു പോകത്തില്ല. നമുക്ക് അറിയിട്ടൊന്നുമില്ല. അത് താങ്ങ് പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്താ വലിയ മീൻ വരുന്ന നമുക്കൊന്ന് കാത്തിരിക്കാം. ഗൈസ് നമ്മുടെ വല്യമ്മയും വന്നിട്ട് ഉണ്ട്. അടുത്ത് മുഷി വന്നിട്ട് അതിനെ അവിടെ കാണിക്കാൻ പറ്റിയില്ല. അപ്പൊക്കെ ഇതൊക്കെ നമ്മുടെ വല്യമ്മ ഇതാണ്. ഇതിൻ്റെ അകത്ത് മുഷി ബ്രാലിമുന്നൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇല്ല തൊട്ടടുത്ത് ചാലയിൽ നിന്ന് കിട്ടിയ ബ്രാലാന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ അതിനകത്ത് വലിയ ചൊട്ടവാളാക്കി കിടപ്പോൾ നമുക്ക് എന്തായാലും
ഈ മീനെല്ലാം ഞങ്ങളതിനെ ഈ മണത്തോടെല്ലാം ഞങ്ങൾ ചൂണ്ടിട്ട് പിടിച്ചതാണ്. നിങ്ങൾ എന്തായാലും ഈ കൊള്ളാന്ന് കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ കാണിപ്പിച്ചേക്കാം. ഹായ് ഗൈസ്, എന്നെയും എൻ്റെ മീനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ അടുത്തുള്ള ലൈൽ ബട്ടണും കൂടി ഒന്ന് അമർത്തേക്കുക. ഹായ് ഗൈസ്, നമ്മൾ എന്തായാലും പോവുകയാണ്. അടുത്ത വീഡിയോ കാണാം.